നമ്മൾ മിക്കവർക്കും ചോറിൻ്റെ കൂടെ ഒരു കംഫർട്ട് കോമ്പിനേഷൻ ഉണ്ടാവും. സ്കൂൾ ടൈമിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ ആയിരുന്നു മോരുകറിയും ഉരുളക്കിഴങ്ങ് റോസ്റ്റും. നല്ല ഫ്ലേവർഫുള്ളായ കുറച്ച് സ്പൈസി വേർഷൻ ഓഫ് ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഞാനൊരു വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പീൽ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്യുക. ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ എടുക്കുന്ന ആ ഒരു കനത്തിൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് പിന്നെ അത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു അല്പം വെള്ളത്തിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പകുതി സവാള, അതും ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് പരിപാടിയൊക്കെ. ഇനി നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ നേരെ ഞാൻ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതിന് പകരം കുറച്ച് കാശ്മീരി മുളക് പൊടിയും എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്താൽ മതി. പിന്നെ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യണം. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്ലേവേഴ്സ് ഒക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് റോസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒരു 3 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 80% വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വന്നതിന് ശേഷമാണ് ഈ പൊടികളൊക്കെ ചേർക്കേണ്ടത്. വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10-12 മിനിറ്റും കൊണ്ടൊക്കെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ചോറിൻ്റെയൊക്കെ കൂടെ പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ഈവൻ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നമുക്കിതൊരു സൈഡ് ഡിഷായിട്ട് കൂട്ടാം. ലഞ്ച് ബോക്സിന് പൊട്ടറ്റോ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇതൊന്ന് കൊടുത്തു. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിന് കൂടെ കൂടിക്കോ.